പച്ചപ്പാകെ കാർന്നു തിന്ന് ആഫ്രിക്കൻ ഒച്ചുകൾ. പ്രതിവർഷം 1200 കുഞ്ഞുങ്ങളെ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ കേരളത്തിലെ കൃഷിയിടങ്ങൾക്ക് വലിയ ഭീഷണിയാവുകയാണ്. മനുഷ്യരിലേക്ക് മസ്തിഷ്ക ജ്വരം പകർത്തുന്ന ജീവി കൂടിയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. നിയന്ത്രണ മാർഗങ്ങൾ സംബന്ധിച്ച് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കര ഒച്ചുകളിൽ ഒന്നാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. ആഫ്രിക്കൻ സ്വദേശികളായ ഇവ ലോകത്തെ എല്ലാ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലേക്കും ഭീഷണിയായി വളർന്നു കഴിഞ്ഞു. 20 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഇവയ്ക്ക് തവിട്ട് നിറത്തിലുള്ള കട്ടി കൂടിയ പുറന്തോടാണ് ഉള്ളത്. സാധാരണ സസ്യഭുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ 500-ലധികം സസ്യങ്ങളെ തിന്നു നശിപ്പിക്കും. കേരളത്തിൽ വളരുന്ന പപ്പായ, ചേമ്പ്, വാഴ എന്നിവയെല്ലാം ഇഷ്ടഭക്ഷണമാണ്. കാൽസ്യം ലഭിക്കുന്നതിന് വേണ്ടി സിമന്റ്, കല്ല്, ഇഷ്ടിക, മണ്ണ് എല്ലാം തിന്നും. വീടിന്റെ ഭിത്തികളിലും മതിലുകളിലുമെല്ലാം ഇവ കാണപ്പെടുന്നത് ഈ കാരണം കൊണ്ടാണ്. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഇവ രാത്രികാലങ്ങളിലാണ് തീറ്റ തേടി ഇറങ്ങുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാത്ത ജീവവർഗമാണിത്. ഈ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും 2 ജീവികൾ തമ്മിലുള്ള സമ്പർക്കത്തിലൂടെ വംശവർധന സാധ്യമാകും. ഒരു ഒച്ച് മുട്ടയിട്ട് ഒരു വർഷം 1000 മുതൽ 1200 വരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കും. 7 മുതൽ 10 വർഷം വരെയാണ് ശരാശരി ആയുസ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കട്ടി കൂടിയ തോടിനുള്ളിൽ 3 കൊല്ലം വരെ സുഷുപ്തിയിലിരുന്ന് അതിജീവനവും സാധ്യമാക്കും. ശരീരത്തിലുള്ള വിരകൾ വഴി മസ്തിഷ്ക ജ്വരം പോലുള്ള മാരക രോഗങ്ങൾ മനുഷ്യരിലേക്കും പടർന്നു പിടിക്കും. ഇവ സ്പർശിച്ച പച്ചക്കറികളും പഴങ്ങളും സ്പർശിക്കാതെ ശരിയായ വിധത്തിൽ കഴുകി ഉപയോഗിക്കുക മാത്രമാണ് ഏകമാർഗം. ഇവയുടെ നിയന്ത്രണം ദുഷ്കരമാണെന്നാണ് കൃഷിവകുപ്പ് പറയുന്നത്. ഇവയെ ശേഖരിച്ച് ഉപ്പുവെള്ളം, തുരിശിലായനി എന്നിവ ഉപയോഗിച്ചാണ് നശിപ്പിക്കേണ്ടത്. ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രമേ സ്പർശിക്കാവൂ. കേരളത്തിൽ വലിയ ജൈവനാശത്തിന് കാരണമാകാവുന്ന വിധത്തിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നതായാണ് വിവരം. കൃഷിവകുപ്പ് നിയന്ത്രണ മാർഗങ്ങൾ സംബന്ധിച്ച മാർഗരേഖകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.